നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചിലരങ്ങനാണ്, ചവിട്ടിത്തേക്കുമ്പോഴും അവൻ ശിരസുയർത്തി നിൽക്കും. പാതാളക്കുഴിയിലേക്ക് അവനെ ചവിട്ടിത്താഴ്ത്തിയെന്ന് ലോകം കരുതുമ്പോഴും അപ്രതീക്ഷിതമായി അവൻ ഉയർന്നു വരും. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദിവസമായിരുന്നു. 24 ന്യൂസ് ചാനലിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടം ചെന്നെത്തിയ ദിവസം. രാഹുലിനെ അഭിമുഖത്തിനിരുത്തിയത് 24 ന്യൂസ് ചാനലിലെ ഹാഷ്മി താജ് ഇബ്രാഹിം. ഹാഷ്മി രാഹുലിൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്. ആ ബന്ധം പണ്ടു തുടങ്ങിയത്. എന്നാൽ ഇന്നലെ അഭിമുഖത്തിനിരിക്കുമ്പോൾ ഹാഷ്മിയുടെ മുഖത്ത് ഒരിത്തിരി അഹന്ത നിഴലിച്ചിരുന്നു. രാഹുലിനെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളിൽ തളച്ചിടാമെന്ന് ഹാഷ്മി കണക്കുകൂട്ടി. ഈ കണക്കുകൂട്ടലിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ എന്ന ഇമേജ് നിലനിർത്തിക്കൊണ്ട് വേണം രാഹുലുമായുള്ള അഭിമുഖം തുടരാൻ. മറുവശത്ത് രാഹുൽ ഇത്തരമൊരു അഭിമുഖത്തിന് അവിടെ എത്തിച്ചേരുമ്പോൾ ചില നിബന്ധനകളും വെച്ചിരിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ തൻ്റെ ഉത്തരത്തിന് വ്യക്തമായ സമയം നൽകണം. അതുകൊണ്ട് തന്നെ അഭിമുഖം നടക്കുമ്പോൾ രാഹുൽ വ്യക്തമായ ആധിപത്യം നേടി. തനിക്ക് പറയേണ്ടത് പറഞ്ഞിട്ടേ പോകൂ എന്ന ഭാവം, പറയേണ്ടതും പറയരുതാത്തതും രാഹുൽ കൃത്യമായി നിർണയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ടാത്ത ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയില്ല. അതിന് രാഹുൽ പറഞ്ഞത് ഒരൊറ്റ കാരണം: കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ എനിക്ക് പുറത്ത് പ്രതികരിക്കാൻ കഴിയില്ല. എന്നാൽ രാഹുലിന് മറുപടി കൊടുക്കണമായിരുന്നു. അത് തനിക്കെതിരെ പരാതി ഉയർത്തിയ 3 പരാതിക്കാർക്കെതിരെ ആയിരുന്നില്ല. ആ പരാതിക്കാർക്കെതിരെയുള്ള മറുപടികൾ കൃത്യമായി കോടതിയിൽ ജാമ്യ ഹർജി നൽകുമ്പോൾ രാഹുൽ ഉയർത്തിക്കാട്ടി. അത് പൊതുബോധം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തി അന്തരീക്ഷത്തിൽ തന്നെ ഒരു പെൺവേട്ടക്കാരനായി നിലനിർത്തിയ മറ്റ് 3 സ്ത്രീകൾ. ഇന്നലെ രാഹുൽ ആ അഭിമുഖത്തിലൂടെ പൊരുതിയത് ആ സ്ത്രീകൾക്കെതിരെയാണ്. റിനി ആൻ ജോർജ് ആദ്യമായി രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയ നടി. അവർക്കെതിരെ മറുപടി പറയണമെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു ഇന്നലെ രാഹുലിൻ്റെ വരവ്. ഇന്നലെ തൻ്റെ അഭിമുഖത്തിൽ റിനിയെ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ രാഹുലിന് കഴിഞ്ഞു. റിനിയുമായി താൻ തുടങ്ങിയ പരിചയപ്പെട്ട അധികം കഴിയാതെ രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് റിനി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. ഹൂ കെയേഴ്സ് എന്ന പദം പോലും ഇന്നലെ രാഹുൽ മനോഹരമായി വിവരിച്ചു. അതിലപ്പുറം റിനി ആൻ ജോർജും താനും തമ്മിലുള്ള സൗഹൃദങ്ങളെക്കുറിച്ച് കൃത്യമായി രാഹുൽ വർണ്ണിച്ചു. റിനി തൻ്റെ വീട്ടിൽ വെച്ച് ഫോൺ വിളിച്ച് അമ്മയ്ക്ക് ഫോൺ കൊടുത്തതും അമ്മയ്ക്ക് തന്നെ കാര്യമാണ് എന്നൊക്കെ റിനി പറഞ്ഞതുമൊക്കെ രാഹുൽ ഇന്നലെ അഭിമുഖത്തിൽ വിവരിച്ചു. രാഹുലിനെ പലപ്പോഴും വിളിച്ച് അഭിനന്ദിക്കുന്ന റിനിയുടെ കഥ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും റിനി തനിക്ക് പിന്തുണ നൽകിയ കാര്യം രാഹുൽ കൃത്യതയോടെ അവതരിപ്പിച്ചു. ഇവിടെ 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 3 കേസുകൾ തനിക്കെതിരെ വന്ന ഒരു വ്യക്തിയാണ്. അതിലപ്പുറം 18ഓളം ദിവസങ്ങൾ റിമാൻഡിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഇന്നലെ ഹാഷ്മിയോട് പറയുന്നു, എനിക്ക് ജയിലിൽ കിടക്കാൻ ഭയമില്ല. ഇതിനു മുൻപും നിരവധി കേസുകളിൽ താൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് വ്യത്യസ്തമായ ആരോപണമാണ്. 3 സ്ത്രീകൾ ഇപ്പോൾ തനിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയ കാര്യം വളരെ കൃത്യതയോടെ രാഹുൽ വിവരിക്കുന്നു. നിയമപരമായി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് രാഹുൽ തൻ്റെ അഭിമുഖത്തിന് തുടക്കമിട്ടത്. പിന്നീട് രാഹുൽ റിനിയുമായുള്ള സൗഹൃദം വളരെ വിശദമായി അവതരിപ്പിക്കുന്നു. രാഹുലിൻ്റെ സംഭാഷണം പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്കുള്ളിലൊരു സംശയം തോന്നും. റിനിയും രാഹുലും തമ്മിലുള്ള സൗഹൃദം തകർന്നതിന് പിന്നാലെ ചില സ്ത്രീകളുടെ പരാതി റിനി മനസ്സിലാക്കുന്നു. ഇതായിരുന്നു രാഹുലിനെതിരെ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം. 3 പരാതിക്കാർക്കും ഉണ്ടായിരുന്നത് പ്രണയത്തകർച്ച തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ നിരവധി സ്ത്രീകൾ പരാതി ഉന്നയിക്കുന്നത് ഏതെങ്കിലും തലത്തിലുള്ള പ്രണയത്തകർച്ചയുടെ പേരിലാണോ? അതേക്കുറിച്ചൊക്കെ രാഹുൽ ഇന്നലെ കൃത്യതയോടെ വിവരിച്ചു. പ്രണയത്തകർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 പേരും പരസ്പരം മനസ്സിലാക്കി അടുത്ത സൗഹൃദം തുടരുന്നു. പിന്നീട് പ്രണയത്തകർച്ചയെന്നൊക്കെ അതിനെ എങ്ങനെ വിശേഷിപ്പിക്കുമെന്നാണ് രാഹുൽ ചോദിച്ചത്. ഇന്നലെ റിനിക്കുള്ള മറുപടി രാഹുൽ കരുതി വെച്ചു. പിന്നീട് രാഹുൽ മറുപടി പറഞ്ഞത് ഹണി ഭാസ്കരൻ എന്ന എഴുത്തുകാരിക്കാണ്. ഹണി ഭാസ്കരൻ തൻ്റെ ചാറ്റ് മുഴുവൻ പുറത്തുവിടാൻ ഇന്നലെ രാഹുൽ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഹണി ഏറ്റെടുക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വെല്ലുവിളിയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്താണ് ഹണി ഭാസ്കരൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് ചാറ്റ് ചെയ്തത്? ഈ ചാറ്റ് പൂർണ്ണമായും പുറത്തുവിട്ടില്ല എങ്കിൽ തൻ്റെ കയ്യിൽ ആ ചാറ്റിൻ്റെ പൂർണ്ണ രൂപമുണ്ട് എന്ന് രാഹുൽ അവകാശപ്പെടുന്നു. മറുവശത്ത് കോൺഗ്രസ് നേതാവ് എം എ ഷഹനാസ്
ഷഹനാസിനെതിരെ കൃത്യതയോടെയാണ് ഇന്നലെ രാഹുൽ മറുപടി പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ താനുമായി അടുത്ത സൗഹൃദവും രാഷ്ട്രീയ ബന്ധവും ഷഹനാസ് സൂക്ഷിച്ചിരുന്നുവെന്ന് രാഹുൽ വിശദീകരിക്കുന്നു. ദുബായിൽ നടക്കുന്ന ഒരു പബ്ലിക്കേഷന്റെ പുസ്തകമേളയിലേക്ക് തന്നെ ഷഹനാസ് ക്ഷണിച്ച കാര്യവും ഇന്നലെ രാഹുൽ പറഞ്ഞു. ഈ 3 സ്ത്രീകളും തനിക്കെതിരെ പരാതി പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുവെന്നാണ് രാഹുൽ വിശദീകരിക്കുന്നത്. അതുതന്നെയാണ് ഈ കേസിൻ്റെ മറ്റൊരു മാനം. എന്നാൽ തനിക്കെതിരെ പരാതി കൊടുത്ത 3 പേർക്കെതിരെ രാഹുൽ കൃത്യതയോടെ പ്രതികരിക്കുന്നില്ല. അതിനുള്ള കാരണം രാഹുൽ വിവരിക്കുന്നത് കോടതികളിൽ ഇപ്പോൾ കേസ് നടക്കുന്നു എന്നാണ്. എന്നാൽ 2ാം പരാതിക്കാരി ഉന്നയിച്ച ചില കാര്യങ്ങൾ രാഹുൽ വലിച്ചു കീറുന്നു. പ്രത്യേകിച്ച് ഹോം സ്റ്റേ പോലുള്ള ആരോപണങ്ങൾ. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഏത് ഹോട്ടൽ എന്ന് വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഹോം സ്റ്റേ എന്ന് പരാതിയിൽ പറഞ്ഞത്. അത്തരമൊരു ഹോം സ്റ്റേയുമില്ല, ഹോട്ടലുമില്ല, തങ്ങൾ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുമില്ല എന്നാണ് രാഹുൽ പറയുന്നത്. സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈ അഭിമുഖത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഈ അഭിമുഖത്തിൽ ഒരു കാര്യം വ്യക്തമാകുന്നു. ഹാഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു വേള പതറാതെ അതിശക്തമായ ഉത്തരങ്ങൾ പറയാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നു. അതിനർത്ഥം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് രാഹുലിന് കിട്ടുന്ന പിന്തുണയുടെ ആഴം രാഹുൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഈ അഭിമുഖത്തിന് തൊട്ടു പിന്നാലെ ഹാഷ്മിയെ സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചുകൊണ്ട് നിരവധി കുറിപ്പുകൾ. വലിയ സൈബർ ആക്രമണമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ നേരിടുന്നത്. ഒപ്പം 24 ന്യൂസും 3 ബലാത്സംഗ കേസുകളിലെ ഒരു പ്രതിയെയാണ് ഇന്നലെ വെള്ള പൂശാനിറങ്ങിയത് എന്നൊക്കെ ഹാഷ്മിയെ ചിലർ പരിഹസിക്കുന്നു. എന്നാൽ അവനും പറയണ്ടേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതുവരെ നിങ്ങൾ രാഹുലിനെതിരായ പരാതികൾ കേട്ടു, എന്നാൽ അവൻ ഇതുവരെ പ്രതികരിച്ചില്ല. ഇന്നലെ അഭിമുഖത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ രാഹുലിൻ്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട്. താൻ ഇതുവരെ പരാതിക്കാർക്കെതിരെ ഒരു വാക്കുപോലും ഉന്നയിച്ചിട്ടില്ല. പരാതിക്കാർക്കെതിരെ ഒരു വിധത്തിലും താൻ പ്രതികരിച്ചിട്ടില്ല. ആ പ്രതികരണമാണ് തന്നെ ഇത്രയേറെ പടുകുഴിയിൽ ആക്കിയതെന്ന് രാഹുൽ പറഞ്ഞു. അടച്ചിട്ട കോടതി മുറികളിൽ വാദം നടക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടത് ആ പരാതിക്കാരികളുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താൻ മൂലം അല്ലെങ്കിൽ അവർ മൂലം നമ്മൾ ചിരിക്കുന്നുവെങ്കിൽ അവരോട് ജീവിതകാലം അത്രയും കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് രാഹുൽ വിശേഷിപ്പിക്കുന്നത്. ഈ പരാതിക്കാർ തനിക്കെതിരെ ഉയർത്തിയ ക്രൂരമായ ആരോപണങ്ങളെക്കുറിച്ച് രാഹുൽ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ഏതാണ് ശരി എന്ന് പോലും ഒരു വേള നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് വലിയ പിന്തുണ കൂടുന്നതും. താൻ സാമ്പത്തിക ചൂഷണം നടത്തി എന്ന 3ാം പരാതിക്കാരിയുടെ ആരോപണത്തെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് രാഹുൽ. താൻ ഫ്ലാറ്റ് വാങ്ങിത്തരാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ചെരുപ്പ് വാങ്ങിത്തന്നുവെന്ന ആരോപണവും കൃത്യതയോടെ രാഹുൽ നിഷേധിക്കുന്നു. ഒരിക്കൽ പരാതിക്കാരി ഒരു ചെരുപ്പിൻ്റെ ലിങ്ക് തനിക്ക് അയച്ചു തന്നു. ഈ ചെരുപ്പ് കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴോ ആ ചെരുപ്പ് എവിടെ കിട്ടും, ആ ലിങ്ക് ഒന്നുകൂടി തനിക്ക് ഫോർവേഡ് ചെയ്യാമോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ചെരുപ്പ് തൻ്റെ കയ്യിലെ പൈസ കൊണ്ടാണ് വാങ്ങിയത്. താനും ആ യുവതിയും തമ്മിൽ നടത്തിയ ആ ചാറ്റിലെ മുഴുവൻ മെസ്സേജുകളും പുറത്തുവിടണമെന്ന് രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കുന്നു. ഇല്ലെങ്കിൽ താൻ ആ മെസ്സേജ് പൂർണ്ണമായി ഹാഷ്മിയെ കാട്ടിത്തരാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ 5 മെസ്സേജുകൾ പുറകിലേക്കും 5 മെസ്സേജുകൾ മുന്നിലേക്കും പുറത്തേക്ക് വിടാൻ തയ്യാറുണ്ടോ? ഇതാണ് രാഹുലിൻ്റെ വെല്ലുവിളി. രാഹുലിൻ്റെ വെല്ലുവിളിക്ക് പിന്നാലെ ഈ വിഷയത്തിൽ രാഹുലിന് നൽകിയ സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് ലക്ഷ്മി പത്മ പ്രതികരിക്കുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം യുദ്ധത്തിനിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരാതിക്കാർക്ക് കൊടുക്കേണ്ട മറുപടി കൊടുത്തുകൊണ്ട് രാഹുൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇനി തനിക്കെതിരെ വരാനുള്ള പരാതികൾ വരട്ടെ എന്ന ഭാവമാണ് രാഹുലിൻ്റെ മുഖത്ത്. ഒപ്പം റിനിക്കും ഹണി ഭാസ്കറിനും ഷഹനാസിനുമുള്ള മറുപടി രാഹുൽ നൽകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പരാതി നൽകാനുള്ള വെല്ലുവിളിയും അതിലടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ കമൻറ്റുകൾ ശ്രദ്ധേയമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിയാണോ തെറ്റാണോ എന്നതല്ല ഇപ്പോഴത്തെ വിഷയം. രാഹുലിനെ കുറ്റവാളിയായി ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ വിധിച്ചിട്ടില്ല. വിധി പറയുന്ന ദിവസം വരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. രാഹുലുമായി അഭിമുഖം നടത്തിയതിൻ്റെ പേരിൽ ഹാഷ്മിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അയാളോടുള്ള റെസ്പെക്റ്റ് ഒട്ടും കുറയുകയും ചെയ്യില്ല. മറിച്ചൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് രാഹുലിന് ജനങ്ങളോട് പറയാനുള്ളത് അയാൾ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു. രാഹുൽ എന്നല്ല, ഏതൊരു കുറ്റാരോപിതനും അയാൾക്ക് പറയാനുള്ള അവസരം നൽകുകയാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അഭിമുഖം നടത്തിയതിൻ്റെ പേരിൽ ഹാഷ്മിയെ തെറി പറയുകയല്ല, പൂമാലയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. രാഹുലുമായി നടത്തിയതൊരു PR വർക്കാണ്, പെയ്ഡ് ഇൻ്റർവ്യൂ ആണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ മുഴങ്ങുന്നു. അതിലൊന്നും വലിയ അർത്ഥമില്ല. ഇതിനേക്കാൾ ഭേദം കൂട്ടിക്കൊടുപ്പാണ് എന്ന് പരിഹസിക്കുന്നവരുണ്ട്.
ഇത്തരം ആക്രോശങ്ങൾക്ക് നടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വളർച്ചയെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അയാൾ പടവെട്ടി തന്നെയാണ് ഇതുവരെ വളർന്നു വന്നത്. ഇപ്പോഴും അയാൾ പടവെട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അയാളെ നിങ്ങൾക്ക് ജനാധിപത്യ മാർഗത്തിൽ തളച്ചിടാൻ ശ്രമിക്കാം. എന്നാൽ അതിലപ്പുറം അയാൾക്കെതിരെ കല്ലെറിയുമ്പോൾ അയാളുടെ കരുത്ത് കൂടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഹാഷ്മിയും രാഹുൽ ഈശ്വറുമൊക്കെ ഒരേ തൂവൽ പക്ഷികളെന്ന ആക്ഷേപം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വെട്ടുക്കിളികൾ പടർത്തിവിട്ടു. എന്നിട്ട് ഹാഷ്മിക്ക് കുലുക്കമില്ല. ലക്ഷ്മി പത്മയുടെ തീ പോലത്തെ വാക്കുകൾ. അതിനു മുന്നിലും യാതൊരുവിധ പതർച്ചയുമില്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നു, രാഹുലിനും സംസാരിക്കാനുണ്ട്, അവൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന്. രാഹുൽ ഒരു കുറ്റവാളിയാണത്രേ. അവനെ വെളുപ്പിക്കാൻ ശ്രമിച്ച ഹാഷ്മി മാധ്യമലോകത്തിന് നാണക്കേടാണ് എന്നാണ് ചിലരുടെ പരിഹാസം. ഇന്നലത്തെ അഭിമുഖത്തിൽ ശ്രദ്ധേയമായ ചില കമൻറ്റുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ കൃത്യതയാർന്ന വിവരണം ആ അഭിമുഖത്തിലുണ്ട്. ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ഹാഷ്മിയുടെ ചോദ്യം. രാഹുൽ ഇത്തവണ പാലക്കാട് മത്സരിക്കുമോ എന്ന നേർക്കുനേർ ചോദ്യമായിരുന്നു ഹാഷ്മി തൊടുത്തത്. രാഹുലിൻ്റെ ഉത്തരം അമ്പരപ്പിക്കുന്നത്. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് രാഹുൽ ഇപ്പോൾ കോൺഗ്രസിലില്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നേതൃത്വത്തിന് പറ്റും. എന്നാൽ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയാണ് ഞാൻ ആജീവനാന്തകാലം പുറത്തു നിൽക്കട്ടെ എന്ന്. കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ ഏൽപ്പിച്ച സംഘടനാ ദൗത്യം അതാണ് എന്ന് കരുതി ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് കോൺഗ്രസ്സുകാരനായി നിൽക്കും. അടിമുടി കോൺഗ്രസ്സുകാരനാണ് രാഹുൽ എന്ന് തെളിയിക്കുന്ന തലത്തിലാണ് രാഹുലിൻ്റെ മറുപടി. ഇത്തരം മാസ് മറുപടികൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ആ രാഷ്ട്രീയക്കാരനെ വളർത്തിവിട്ടത്. അയാളുടെ തെറ്റുകൾക്കപ്പുറം അയാളുടെ ശരികൾ തന്നെയാണ് പലപ്പോഴും ഈ സമൂഹം ഏറ്റുപിടിക്കുന്നതും. ചുരുക്കത്തിൽ ഇന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ നിന്ന എല്ലാവരെയും പെട്ടെന്ന് എല്ലാവിധ അജണ്ടകളെയും പൊളിച്ചടുക്കി. വാടകയ്ക്കെടുത്ത ചില ജീവിതങ്ങളെയും രാഹുൽ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകൾക്ക് പറയാനുള്ളത് മാത്രം കേട്ടാൽ പോരാ, പുരുഷന്മാർക്കും പറയാനുള്ളത് കേൾക്കണമെന്ന രാഹുൽ ഈശ്വറിൻ്റെ വാദം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. സോഷ്യൽ മീഡിയ പറയുന്ന കമൻറ്റുകളിൽ ചിലതിങ്ങനെ: ആണൊരുത്തൻ നെഞ്ചും വിരിച്ച് തളരാതെ പോരാടാൻ നിന്നാൽ ഈ അസത്യങ്ങൾക്കൊന്നും ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. ഇത് വെറുമൊരു തിരിച്ചുവരവല്ലടാ, അഗ്നിശുദ്ധി വരുത്തി തനിക്കെതിരെ നിന്നവരെയെല്ലാം തുറന്നു കാണിക്കാൻ പോകുന്ന ഒരു മാസ് തിരിച്ചുവരവായിരിക്കുമെന്ന് മറ്റു ചിലർ. ഒരുപാട് ചോദ്യങ്ങൾക്ക് രാഹുൽ ഉത്തരം പറഞ്ഞില്ല. എന്നാൽ രാഹുലിൻ്റെ ഉത്തരങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു. 3 പരാതിക്കാർക്കുമുള്ള മറുപടി കരുതി വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ തൻ്റെ മറുപടികൾ തൊടുത്തത്. മിക്ക ചോദ്യങ്ങൾക്കുമുള്ള ഒരൊറ്റ മാസ് മറുപടി: നിങ്ങൾക്ക് ആ ചാറ്റ് മുഴുവൻ പുറത്തുവിടാൻ കഴിയുമോ? ആ യുവതിയും താനും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ പുറത്തുവിടാൻ കഴിയുമോ? ഈ ചോദ്യത്തിൻ്റെ രൂക്ഷമായ തലം ചെന്നുകൊള്ളുന്നത് ഇത്തരം പരാതിക്കാർക്കുമേൽ. രാഹുൽ ഇന്നലെ നടന്നുവർന്ന് പുറത്തിറങ്ങി എന്ന് മനസ്സിലാക്കിയതോടെ ലക്ഷ്മി പത്മ കളത്തിലിറങ്ങി. ഹാഷ്മിയെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടാണ് ലക്ഷ്മി പത്മയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഹാഷ്മിക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ ലക്ഷ്മി പത്മയും വെല്ലുവിളിക്കുന്നു. ലക്ഷ്മിയുടെ കുറിപ്പിൽ രാഹുൽ പീഡിപ്പിച്ച നിരവധി മാധ്യമപ്രവർത്തകമാരെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട്. എന്നാൽ അവരാരും ഇപ്പോഴും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് എത്തിയിട്ടില്ല. ലക്ഷ്മി ഇന്നലെ കുറിച്ച ആ കുറിപ്പിങ്ങനെ: മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ, 3ാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിലേക്കാകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകൾ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ട് ഗർഭഛിദ്രമടക്കമുള്ള ഗുരുതര പരാതികളെക്കുറിച്ച് മിണ്ടാത്തത്? തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിലല്ലേ എന്നുരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെപ്പറ്റി തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? പാലക്കാടുകാരിയല്ലാത്ത 3ാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? തൻ്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫാണ് എന്ന് കരുതി 3ാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിൻ്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്നീ ചാറ്റുകളിൽ പറയുന്നത്? പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിനാകുമായിരുന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമമേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും ഇതുവരെയും പരാതിപ്പെടാത്തവർ, അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത എന്തുകൊണ്ട്? അതിജീവിതകൾ
പരാതിയുമായി എത്തിയവരുമല്ലാത്തവരും സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരെയൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അധ്വാനം കുറേയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെയെല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെയൊരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു. രാഹുലിനു വേണ്ടി മൂന്നാം പരാതിക്കാരി നൽകിയ പണത്തിൻ്റെ കണക്കുകൾ, സമ്മാനങ്ങളുടെ കണക്കുകൾ ഒക്കെ ലക്ഷ്മി പത്മ പങ്കുവയ്ക്കുന്നുണ്ട്. ആടിൻ്റെ ഷാമ്പു വരെയുള്ള സാധനങ്ങൾ മൂന്നാം പരാതിക്കാരി വാങ്ങിക്കൊടുത്തതിൻ്റെ ബില്ലും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ലക്ഷ്മി പത്മ പങ്കുവച്ചിരിക്കുന്നത്. സൗഹൃദകാലത്ത്, പ്രണയകാലത്ത് തൻ്റെ പ്രിയപ്പെട്ടവന് നൽകുന്ന ഗിഫ്റ്റുകളുടെയൊക്കെ ബില്ലും വൗച്ചറുകളും സൂക്ഷിച്ചു വയ്ക്കുന്ന യുവതികളുമുണ്ടല്ലോ ഈ ലോകത്തെന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ആശ്വാസം. കാരണം എല്ലാത്തിനുമൊക്കെ ഒരു കണക്കുണ്ടാകുന്നത് നല്ലതാണ്. ആ കണക്ക് സ്വയം സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയല്ല, പകരം ലക്ഷ്മി പത്മയെ പോലുള്ളവരെ കൊണ്ട് പോസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ അതിജീവിതമാർ. ഇതൊക്കെ തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെ പ്രശ്നം. യഥാർത്ഥത്തിൽ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള റിയൽ കാരണമെന്ത്? രണ്ടാം പരാതിക്കാരിയുടെ കാര്യത്തിലും മൂന്നാം പരാതിക്കാരിയുടെ കാര്യത്തിലും ആ കേസുകളിന്മേൽ ജാമ്യം രാഹുലിന് അനുവദിച്ചുകൊണ്ട് കോടതികൾ നടത്തിയ വിധിപ്രസ്താവമുണ്ടല്ലോ, അതിലെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. ഉഭയസമ്മതത്തോടെ അവർ നടത്തിയ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് രാഹുലിനെ അങ്ങ് പൂർണ്ണമായും തീർത്ത് കളയാം എന്ന് ചിലർ കരുതുമ്പോഴാണ് രാഹുലിന് പിന്തുണ കൂടുന്നത്. അവിടെ രാഹുലിന് പറയാനുള്ളത് കൂടി കേൾക്കുന്നതിൽ എന്താണ് തെറ്റ്? ഹാഷ്മിയെ എന്തിനാണിങ്ങനെ ഇത്രയധികം പരിഹസിക്കുന്നത്? ലക്ഷ്മി പത്മ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം രാഹുൽ തന്നെ ആ അഭിമുഖത്തിൽ കൃത്യതയോടെ മറുപടിയായി പറയുന്നുണ്ട്. ആ മറുപടി ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഉത്തരങ്ങളൊക്കെ ലക്ഷ്മിക്ക് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.